സുൽത്താൻ ബിലാൽ റഹിമഹുല്ലാ നമ്മളോട് ഇന്നലെ ലുഹറിന് ഇവിടെ പറഞ്ഞു. ദഅവത്തുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പരാമർശം നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഈ പറഞ്ഞ മാതിരിയുള്ള ദാഇയ വളരെ സരളമായി എന്നാൽ വളരെ കർക്കശമായി കൃത്യമായി ഒമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, പ്രത്യേകിച്ച് തൗഹീദ് മാസ്റ്റർ പീസ് തൗഹീദാണ്. അത് ഏത് മതക്കാരും ഏത് വിശ്വാസ ജാതികളോടും സംവദിക്കാനുള്ള കോപ്പ് അദ്ദേഹത്തിനുണ്ട്. ട്രെയിൻഡ് ആണ്. അത് ക്രിസ്ത്യാനിയോടായാലും ഹിന്ദുക്കളോടായാലും എല്ലാ വിശ്വാസികളോടും അത്യാവശ്യം ബുദ്ധിനോട് ഇതൊക്കെ അദ്ദേഹം ഒരു 6 മാസത്തെ ഒരു കൊല്ലത്തെയോ ജാക്കിർ നായിക്കിന്റെ IRSപ്പിലും പോയി സ്റ്റുഡൻ്റായി ട്രെയിനിങ് എടുത്തിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ. പിന്നെ അതുമുതൽ ഒരു ഫുൾ ടൈം ദാഇയാണ്. നമ്മുടെ ദഅവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഫുർഖാൻ നമ്മുടെ ഈ ജമാഅത്തുണ്ടല്ലോ, ഇതിന്റെ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ ആദിൽ മുആവദയും ഷെയ്ഖ് ദഈജ് റഫേലുള്ള അവരുമായിട്ടൊക്കെ അവരുടെയൊക്കെ ഒരു സംരക്ഷണത്തിൽ വളർന്ന ചെറിയ സംഘമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു 88 കാലഘട്ടത്തിൽ അദ്ദേഹം ഈ ആദിൽ മുഹമ്മദ് നമ്മളെ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യും ദാവത്തിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിങ്ങനെ അന്നേരം ഈ കാസറ്റുകളാണ്. കാസറ്റുകൾ എന്ന് പറഞ്ഞാൽ ടേപ്പ് റെക്കോർഡർ കൃത്യമായിട്ട് അറിയില്ല, ന്യൂസ് നോക്കിയാൽ 60 നമ്മള് പ്രായത്തിൽ താഴെ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ഞാൻ പറയുന്ന സംഭവം ചിലപ്പോൾ അതിനോട് വയസ്സ് കൂട്ടാൻ പറ്റും. പിന്നെ അപ്പം ഷെയ്ഖ് ആദിൽ മുഹമ്മദ് പ്രശ്നം നമുക്ക് ഈ കാസറ്റ് ഓല കാസറ്റില്ലേ പണ്ടത്തെ അതിങ്ങനെ പ്രഭാഷണങ്ങൾ കോപ്പി എടുത്തിട്ട് വിതരണം ചെയ്യുന്നുള്ളതാണ് നമ്മളൊരു പരിപാടി, ദഅവത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇതിന് നമ്പർ ഓഫ് കോപ്പീസ് ഉണ്ടാക്കാൻ നമുക്ക് പരിമിതികളുള്ളതുകൊണ്ട് മൂപ്പരോട് പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് ഏത് പ്രസംഗം വേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ തരിക. ഓക്കെ, അത് ഒരാഴ്ചക്ക് ശേഷം നിങ്ങൾക്ക് എത്ര കോപ്പി വേണമെന്ന് പറഞ്ഞാൽ നല്ല നല്ല പുറത്ത സോണിന്റെ പോലെ പെട്ടി കണക്കിൽ മൂപ്പർ കൊണ്ടുവന്ന് തരും. അത് ഞാൻ ഈ ആൾ നേരം പറഞ്ഞ കോളുണ്ട്, ബാപ്കോലുള്ള ചെറുപ്പക്കാരുണ്ട് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ബാപ്കോലുള്ള ചെറുപ്പക്കാരുണ്ട് പണിയെടുക്കുന്നതാണ്, ഇയാൾ ബാപ്കോലാണ്. പിന്നെ അപ്പൊ ആരാന്ന് നമുക്ക് കണക്ട് ചെയ്ത് തന്നിട്ടില്ല, മൂപ്പരയിലാണ് അത് തരുന്നത്. ഇത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങൾ തന്നാൽ ഞാൻ എടുത്തു തരും, ഒരാഴ്ച കൊണ്ട് നമുക്ക് സാധനം. അങ്ങനെ ഒരു 6 മാസം ഒരു കൊല്ലത്തോളം ആ രീതിയിൽ പോയി നമുക്ക് സമൃദ്ധമായി കാസറ്റിന് കിട്ടി. നമ്മളിങ്ങനെ ഉഷാറായിട്ട് വിതരണം ചെയ്യുന്നു. ഇത് ഇയാളാണെന്ന് മനസ്സിലായത് ഞാൻ ഇയാളായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമ്മൾ ഫുർഖാന്റെ കാര്യങ്ങളും ഒക്കെ ഇയാളായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു, മനസ്സിലായി, പരിചയപ്പെട്ടു. ഇദ്ദേഹത്തെ നമ്മൾ ഫുർഖാന്റെ ടീനേജ് ക്ലാസ്സിലും മറ്റു ക്ലാസ്സുകളിലൊക്കെ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുമ്പോൾ അങ്ങനെ പഴയ കാര്യം പറയുന്ന കൂട്ടത്തിൽ ഇത് പറഞ്ഞു, അത് ഞാനാന്ന് പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായി ഇത് ഇയാളാണെന്നുള്ളത്. പിന്നെ അപ്പോൾ അത് 88 കാലഘട്ടത്തിലാണ്. അപ്പൊ അന്നേരം മുതൽ അദ്ദേഹം ദഅവത്തില് ഉണ്ട് എന്നർത്ഥം, പ്രബോധന രംഗത്തുണ്ട്. പിന്നെ അതിനുശേഷമാണ് ഇപ്പോൾ പിന്നെ ഡിസ്കവർ ഇസ്ലാമിന്റെ ടീമിലും ഒക്കെ ഉണ്ടായി. പിന്നെ ഈ ദഅവത്തിന്റെ ഇതുവരെ അന്നേരം ഈ ജാക്കിർ നായക്കൊക്കെ നമ്മൾ ഒരിക്കൽ ഫുർഖാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഡിസ്കവർ ഇസ്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്തൊക്കെ മൂപ്പരായിട്ട് ചോദ്യം ചോദിക്കലും ആകൃഷ്ടരായി. അങ്ങനെ മൂപ്പരുടെ ട്രെയിനിങ്ങിന് പിന്നെ അവിടെ പോയി, ബോംബെയിൽ IRFൽ പോയി തിരിച്ച് വന്ന് മൂപ്പരായിട്ട് കുറച്ച് ഉടക്കിയിട്ടാണ് വന്നതൊക്കെയാണ് കേട്ടത്. പിന്നെ മൂപ്പർ ഒരു നിലപാടിന്റെ ആളാണല്ലോ. അപ്പൊ അവിടെയുള്ള ചില കുറച്ച് ഒരു അടിമത്തൊക്കെ ഉണ്ടാവും. അവിടെ ഒരു ഇന്ത്യൻ ട്രെയിനിങ് അല്ലേ. പിന്നെ അപ്പൊ അത് എത്ര അസംതൃപ്തനാണെന്ന് തോന്നുന്നു മൂപ്പരുടെ. എന്നാലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുകയൊക്കെ ചെയ്തു. ഇതൊക്കെ അറിയാം, ഹൈന്ദവതയെ കുറിച്ച് ചിന്തിക്കാനൊക്കെ അറിയാം. ബുദ്ധമതം അദ്ദേഹം ഇതിലൂടെ പഠിച്ചിട്ടുണ്ട്. പിന്നെ പഠിച്ച് ഉണ്ടാക്കിയതല്ലോ. ഇതൊക്കെയാണ് ആദ്യം പഠിച്ചത്. പിന്നീട് മൂപ്പർ ഖുർആനൊക്കെ പഠിക്കാനും ഹിഫ്ളാക്കാനൊക്കെ തുടങ്ങുന്നത്. പിന്നെ അപ്പൊ ആ സമയത്തെ മൂപ്പര് ദഅവത്തിന്റെ രംഗത്തുണ്ട്. വളരെ എഫക്റ്റീവായ ഒരു ദാഇയാണ്. ഈ പറഞ്ഞ മാതിരി ഹൃദയം കൊണ്ട് സംവദിക്കുന്ന, ആത്മാർത്ഥമായി അവർക്ക് അള്ളാഹുവിന്റെ റിസാലത്ത് എത്തിച്ചു കൊടുക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന, ആ വിഷയത്തിൽ അദ്ദേഹത്തിന് ഒരു ദേഷ്യം പിടിക്കുന്നുള്ളല്ല, സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ മൂപ്പർ ഒരു ഒരു അങ്ങനെയുള്ള ഒരാളാണ്. വളരെ നിലപാടുള്ള ആളായതുകൊണ്ട് തന്നെ നമുക്ക്
അഡ്ജസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാൻ തോന്നും. പക്ഷെ അയാളെ മനസ്സിലാക്കിയാൽ റെഡിയാണ്. അതായത് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് എടുക്കാം, കുട്ടികൾക്ക് ഒരു ടീനേജ് ക്ലാസ് ഉണ്ട്, യൂത്തിന് ക്ലാസ് ഉണ്ട്, എന്താ എടുക്കേണ്ടത്, അത് ഇന്ന കാര്യങ്ങൾ എടുക്കണം. ഓക്കെ, അതൊക്കെ അവിടെ ഉള്ളത്, അവിടെ ഇന്നുണ്ട്. എത്ര മണിക്കാം, എത്ര മണിക്കുന്ന ആ സമയത്തിന് 2 മിനിറ്റ് മുമ്പ് ഇവിടെ ആളുണ്ടാവും. ഇവിടെ നമ്മളോട് ഒരുങ്ങിയിട്ടുണ്ടാവില്ലേ, സ്വാഭാവിക ഉപദേശം പിടിക്കുമല്ലോ. ഈ ജാതി ദേശീയ പറഞ്ഞു. അപ്പം നമ്മൾ തന്നെ പല പ്രാവശ്യം കുട്ടികൾക്ക് പല കൊല്ലങ്ങളിലായിട്ട് ഈ സമ്മർ ക്യാമ്പിലൊക്കെ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അയാളിലൂടെ സൗദിയിലൊക്കെ ഉള്ള ഒരുപാട് ഇംഗ്ലീഷ് ദായിമാർ, അറബികളൊക്കെ നമ്മൾ നമ്മുടെ ക്യാമ്പുകളിലൊക്കെ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ഉടനീളം ഡിസ്കവർ ഇസ്ലാം ദാവത്തിലും മർക്കസ് ഇസ്ലാം ദാവ അവിടെ റഫേൽ തുടങ്ങിയപ്പോൾ അതിൻ്റെ ധാരതികൾപ്പെട്ട ആളായിരുന്നു. ഫുർഖാനിൽ നമ്മളും റഫേലുള്ള ദാവ സെന്ററുമായി കണക്ട് ചെയ്യപ്പെട്ടതും മൂപ്പറിലൂടെ. മുഹമ്മദ് ഹുസൈനും മൂപ്പരും ഹർമി നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, ഒരു പ്രായമുള്ള നമ്മളെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിലൂടെ അവർ നമ്മളെ സന്ദർശിക്കാൻ വന്നു. നമ്മൾ ദേവാ സെന്റർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പ്രവർത്തനങ്ങൾ കാണാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ വോള്യൂം കണ്ടിട്ട് ഇവർ അത്ഭുതപ്പെടുക. ഈ സുൽത്താനൊക്കെ നിങ്ങൾക്ക് ഇതൊന്നും പോരാ, വലിയൊരു വൈഡായിട്ടുള്ള ഒരു പ്രിമൈസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, എന്നാൽ ഈ കോപ്പറേറ്റ് ചെയ്യുന്ന സംഗതികളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ പോലെ അഭിപ്രായമൊക്കെ പറഞ്ഞു പോയി. ഓലെന്താ വെച്ചാൽ അവിടെ ഒരു സെന്റർ തുടങ്ങാൻ പോകുന്നുണ്ട്, അത് എങ്ങനെയെന്ന് പഠിക്കാൻ വേണ്ടി വന്നാൽ ജാലിയാത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ പോലെ നമ്മളെ വിളിച്ച് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അവിടെയുള്ള മലയാളം വിങ് നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. നമ്മളത് ഔദ്യോഗികമായി ഏറ്റെടുത്ത സംഗതി അവിടെയുള്ള മലയാളം വിങ്. അപ്പം ഒരു ട്രേഡ് എന്ന നിലക്ക് ഫുർഖാൻ വെക്കാൻ പാടില്ല എന്നൊക്കെ സുൽത്താന്റെ നിർദ്ദേശങ്ങളാണ് പറഞ്ഞ ആൾ, അള്ളാഹു യർഹമ. മൂപ്പരുടെ ഒരു സ്ട്രിക്ട്നെസിന്റെ വിധം. അപ്പം നിങ്ങൾ ഫുർഖാന്റെ പേരിലൊന്നും ഇവിടെ വെക്കാൻ പാടില്ല, അത് ഇസ്ലാമിക് ദാവാ സെന്ററിന്റെ പേരിൽ ചെയ്തോളൂ, നിങ്ങൾ ചെയ്തോളൂ എന്ന രീതിയിലുള്ള. അപ്പം നമ്മൾക്ക് ആ വാതായനം തുറന്നു കിട്ടിയത് മൂപ്പരിലൂടെയാണ്. മൂപ്പരാണ് അവിടെയും അതിന്റെ സംരക്ഷണത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ഉടനീളം നമ്മുടെ ഒരു ജമാഅത്തുമായിട്ട് അദ്ദേഹത്തിന് ദാവീയമായി ബന്ധമുണ്ട് എന്ന് പറയാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ഓർത്തത് മാത്രം. അള്ളാഹു അദ്ദേഹത്തിന് തക്ക പ്രതിഫലം അനുഭവിക്കുമാറാട്ടെ. അദ്ദേഹം ളുഹറിന് മുമ്പുള്ള നമസ്കാരത്തിൻ്റെ സുജൂദിലാണ്. അള്ളാഹു അദ്ദേഹത്തെ വളരെ മാന്യമായ രീതിയിൽ തിരിച്ചു വിളിച്ചത് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു അവന് സ്വീകരിക്കുമാറാകട്ടെ. നമുക്കും അത്തരത്തിലുള്ള ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അത്രയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്.